നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നതല്ലേ SFI എന്ന് ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചു തുടങ്ങി. SFIയെ പേടിച്ച് വിദ്യാർത്ഥികൾക്ക് കോളേജുകളിലും മറ്റും പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ തല്ലി വീഴ്ത്തുകയും വൈസ് ചാൻസലറുടെ തലയിൽ കരിയോയിൽ ഒഴിക്കുകയും പ്രിൻസിപ്പാളുടെ മേശ അടിച്ചുപൊളിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള SFIയിലെ കുട്ടി സഖാക്കളിലേറെ പേർ ശുദ്ധമര്യാദക്കാരാണോ അല്ലയോ എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. ഇപ്പോൾ മറ്റൊരു കേസും കൂടിയാണ് SFIയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അതായത് പെൺകുട്ടികളുടെ ഫോട്ടോകൾ അശ്ലീല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ദുരുദ്ദേശപരമായ കമന്റുകളോടെ പ്രചരിപ്പിച്ച മുൻ SFI നേതാവിനെ രക്ഷിച്ചത് ഉന്നത ഇടപെടലാണ്. നേതാവിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടായിരുന്നു. മതിയായ വകുപ്പുകൾ ചേർക്കാത്തതാണ് ജാമ്യം കിട്ടാൻ കാരണം. കാലടി ശ്രീശങ്കര കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി നൽകിയ പരാതിയെ തുടർന്നാണ് രോഹിത്തിന്റെ അറസ്റ്റ്. 19 പെൺകുട്ടികളുടെ ഫോട്ടോകൾ രോഹിത് വിവിധ അശ്ലീല ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഗുരുതര കുറ്റകൃത്യം ചെയ്തിട്ടും രോഹിത്തിന് സ്റ്റേഷൻ ജാമ്യം തന്നെ പോലീസ് നൽകി. ഇത് അട്ടിമറിയുടെ ഭാഗമാണെന്ന ആരോപണം ശക്തമാണ്. വ്യാജ ID ഉപയോഗിച്ചാണ് ഫോട്ടോകളും കമന്റുകളും പോസ്റ്റ് ചെയ്തത്. 2020 കാലടി ശ്രീശങ്കര കോളേജിൽ ബിരുദം പഠനം പൂർത്തിയാക്കിയ രോഹിത് കൂടെ പഠിച്ചിരുന്നവരുടെയും ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരുടെയും ഫോട്ടോകളാണ് ദുരുപയോഗം ചെയ്തത്. ഇതെല്ലാം പോലീസിന് ബോധ്യമുണ്ടായിട്ടും രോഹിത്തിനെ ജയിലിൽ അടയ്ക്കാനായില്ല എന്നതാണ് വിചിത്രം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇയാൾ SFI യൂണിറ്റ് ഭാരവാഹിയായിരുന്നു. പരാതിക്കാരിയായ പെൺകുട്ടി പിറന്നാളിനെടുത്ത പടം കൂട്ടുകാരികൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയപ്പോൾ രോഹിത് പടം എടുത്ത് അശ്ലീല ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. മുൻ വിദ്യാർത്ഥി നേതാവിനെതിരെ കൂടുതൽ പേർ പോലീസിൽ പരാതി നൽകിയേക്കും. കോളേജിലെ വിദ്യാർത്ഥികളിൽ ഒരാളുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരിയുടെ ചിത്രവും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ രോഹിത് അശ്ലീല ഗ്രൂപ്പുകളിൽ പങ്കുവച്ചെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം രോഹിത് SFI നേതാവല്ലെന്ന് SFI ജില്ലാ നേതൃത്വം അറിയിച്ചു. ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് പോലും SFIയുടെ നേതൃത്വത്തിൽ രോഹിത് പ്രവർത്തിച്ചിട്ടില്ലെന്നും SFI ജില്ലാ നേതൃത്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിഷയത്തിൽ SFIക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് KSU അടക്കം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നേതൃത്വം നൽകുന്നത്. രോഹിത്തിന്റെ 2 ഫോണുകൾ പോലീസ് കണ്ടെടുത്തു. പ്രതിക്കെതിരെ കേരള പോലീസ് ആക്ടിലെ 119B വകുപ്പ് പ്രകാരം കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുവെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ SFI ഭാരവാഹിയായിരുന്നു ഇയാളെന്നും പരാതിക്കാരി പറഞ്ഞു. കോളേജിന് സമീപത്ത് തന്നെയായിരുന്നു ഇയാളുടെ വീടെന്നും പഠിച്ചിറങ്ങിയിട്ടും ഫോട്ടോഗ്രാഫറായ ഇയാൾ കോളേജിലെ പരിപാടികൾക്ക് വന്നിരുന്നുവെന്നും പരാതിക്കാരി പറഞ്ഞു. ഏതായാലും പ്രശ്നങ്ങൾക്ക് മുകളിൽ പ്രശ്നങ്ങൾ SFIക്ക് മുകളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ അധ്യാപകർ പോലും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അധ്യാപകർക്ക് പോലും പേടിച്ചുകൊണ്ട് ഇവരെ ശാസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഏതായാലും പ്രിൻസിപ്പലിനെ തല്ലി ചതയ്ക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അത്തരത്തിൽ ഒരു കോളേജിൽ നിന്നുള്ള വിമർശനം ഉയർന്നു വന്നത്. ഏതായാലും ഇത്രയുമായിട്ടും തിരുത്താനായിട്ട് ഇവരുടെ ഉന്നത നേതാക്കളൊന്നും മുതിരുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം.